അപ്പം ഞാൻ ഈ ബോക്സ് എടുത്തപ്പോൾ തന്നെ എനിക്ക് തോന്നി എന്തോ കുലുങ്ങുന്നുണ്ടല്ലോ എന്ന്. ഇത് കുലുങ്ങുന്നത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാനൊന്ന് അഴിച്ചു നോക്കി. നമ്മൾ പൈസ കൊടുത്ത് നമ്മൾ ഓർഡർ ചെയ്ത സാധനം അവർ തന്നേക്കുന്ന ഇതുപോലത്തെ പ്രോഡക്റ്റാണ്. ഇതുകൂട്ട് കൂടായ്പ പരിപാടിയാണ് ഫ്ലിപ്കാർട്ടുകാർ കാണിക്കുന്നത്. സർവീസ് ചെയ്യുമ്പോൾ മാന്യമായിട്ട് രീതിയിൽ സർവീസ് ചെയ്യണ്ടേ? ഇത്രയും ദിവസം കളഞ്ഞ് ഇത്രയും ഇനി റിട്ടേൺ അയച്ചു പിന്നെ നമുക്ക് അടുത്തൊരു പ്രോഡക്റ്റ് വരുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യണ്ടേ? അത് പന്നത്തരമല്ല കാണിക്കുന്നത്. ഹലോ ഗായ്സ്, ഞാനിന്ന് വന്നേക്കുന്നത് ഫ്ലിപ്കാർട്ട് എനിക്ക് തന്ന ഒരു പണിയുടെ അനുഭവം നിങ്ങളോട് പറയാനാണ് കേട്ടോ. അപ്പോൾ നിങ്ങളത് എന്താണെന്ന് അറിയാനായിട്ട് ഈ വീഡിയോ മുഴുവനായിരുന്നു കാണണേ. നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കും. അപ്പോൾ എനിക്കിന്ന് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. അത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാനൊരു പ്രോഡക്റ്റ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തായിരുന്നു. ഞാൻ സ്ഥിരം ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്യുന്നത്. കാരണം മറ്റ് സൈറ്റിൽ നിന്ന് അപേക്ഷിച്ച് വിലക്കുറവൊക്കെ ഉണ്ട് കുറച്ച് ചെറുതായിട്ടൊക്കെ. അതുകൊണ്ട് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രോഡക്റ്റിൽ നിന്ന് വാങ്ങിച്ചു. അപ്പോൾ ആ പ്രോഡക്റ്റാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. ഇതൊരു സോളാർ ഇൻട്രാക്ഷൻ വോൾ ലാമ്പാണ് കേട്ടോ. അതായത് സെൻസർ മോഷൻ ലൈറ്റൊക്കെയാണ് സോളാറിൻ്റെ. അപ്പോൾ ഇതാണ് ആ പ്രോഡക്റ്റ്. എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്, അതിൻ്റെ ഇൻസ്ട്രക്ഷൻ കാര്യങ്ങൾ കൊടുത്തേക്കുന്നു, അതിൻ്റെ പ്രൈസും കാര്യങ്ങൾ കൊടുത്തേക്കുന്നു. അപ്പം ഇതിൽ നിങ്ങൾ നോക്കിക്കോണം. ഇതിൻ്റെ ക്വാണ്ടിറ്റി ഓഫ് LED കൊടുത്തേക്കുന്നത് 100 LED ആണ് കേട്ടോ. അതൊന്ന് നിങ്ങളത് നോട്ട് ചെയ്യണം കേട്ടോ. ക്വാണ്ടിറ്റി ഓഫ് LED 100 LED. ഇതാണ് ഇതിൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോഴാണ് അതിൻ്റെ രസം നിങ്ങൾ കാണാൻ പോകുന്നത്. ഇപ്പോൾ നോക്കിക്കോണം എന്താണ് ലൈറ്റ് വരുന്നത്. നിങ്ങൾ ആ പിക്ചർ കൂടെ നോക്കിക്കോണേ. അപ്പോൾ ഇതാണ് ഇവർ തന്നേക്കുന്നത്, സോളാർ സെൻസർ വോൾ ലൈറ്റ്. അപ്പോൾ ഇതാണ് ബോക്സിൽ നിന്ന് നമുക്ക് കിട്ടിയത്. ഇതിൻ്റെ LEDയുടെ എണ്ണമൊക്കെ നോക്കിക്കോണം. അതിന് സോളാർ പാനൽ എല്ലാം ഉണ്ട്. ഈ ബോക്സും പ്രോഡക്റ്റും കൂടി ഒന്ന് ഒത്തു നോക്കുവാണെങ്കിൽ കണ്ടോ വ്യത്യാസം കണ്ടോ? ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലൈറ്റാണോ ഇവിടെ വന്നേക്കുന്നത് നോക്കി. ക്വാണ്ടിറ്റി ഓഫ് LED 100 LED അവർ പറഞ്ഞേക്കുന്നത് ബോക്സിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ എണ്ണി കാണിച്ചു തരാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 LED ഉള്ളൂ. അപ്പോൾ ഇതാണ് ഫ്ലിപ്കാർട്ടിൻ്റെ ഊടായ്പ എന്ന് പറയുന്നത്. ഇതാണ് ആദ്യത്തെ ഊടായ്പ പരിപാടി. ഇനിയുണ്ട് ഊടായ്പ. അപ്പോൾ ഞാൻ ഈ ബോക്സ് എടുത്തപ്പോൾ തന്നെ എനിക്ക് തോന്നി എന്തോ കുലുങ്ങുന്നുണ്ടല്ലോ എന്ന്. ഇത് കുലുങ്ങുന്നത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാനൊന്ന് അഴിച്ചു നോക്കി. എന്താ ഓപ്പൺ ചെയ്യുകയാണേ, കണ്ടോ ബാറ്ററിയൊക്കെ വേറെ കിടക്കുന്നു, വയറെല്ലാം കട്ട് ചെയ്ത് വേറെ വഴി കിടക്കുന്നു. ഈ ബാറ്ററി കിടന്ന് കുലുങ്ങുന്ന സൗണ്ട് കേൾക്കുന്നത് ഇതുണ്ടോ. അതിൽ നിന്നെല്ലാം വിട്ടുപോയതാണോ എന്നാണെന്ന് അറിയത്തില്ല. അതായത് ഡാമേജ് ആയിട്ട് പ്രോഡക്റ്റ് ആണോ എന്നും അറിയത്തില്ല അയച്ചു തന്നേക്കുന്നത്. കണ്ടോ ഇതിൻ്റെ വയറെല്ലാം കട്ട് ചെയ്ത് കണ്ടോ വിട്ട് കിടക്കുക കണ്ടോ. അത് 1 2 അങ്ങനെ 3 വയറുണ്ട് കണ്ടോ. 3 വയർ കണ്ടോ വിട്ട് കിടക്കുക. ഇതുപോലത്തെ പ്രോഡക്റ്റാണ് നമുക്ക് അയച്ചു തരുന്നത്. നമ്മൾ പൈസ കൊടുത്ത് നമ്മൾ ഓർഡർ ചെയ്ത സാധനം അവർ തന്നേക്കുന്ന ഇതുപോലത്തെ പ്രോഡക്റ്റാണ്. ഇതുകൂട്ട് കൂടായ്പ പരിപാടിയാണ് ഫ്ലിപ്കാർട്ടുകാർ കാണിക്കുന്നത്. ഞാൻ ഓർഡർ ചെയ്ത ബോക്സിൽ കൊടുത്തേക്കുന്നതായിരുന്നു ആ ലൈറ്റ്. അതല്ല എനിക്ക് തന്നേക്കുന്നത്. അത് തന്നെ ആദ്യത്തെ കൂടായ്പ. പിന്നെ ഇപ്പോൾ തന്നെ കേടായിട്ടുള്ള ആ പ്രോഡക്റ്റാണ് എനിക്ക് അയച്ചു തന്നേക്കുന്നത്. അത് രണ്ടാമത്തെ കൂടായ്പ. മൊത്തത്തിൽ കൂടായ്പ പരിപാടിയായിട്ട് ഇറങ്ങിയേക്കുക. നല്ല രീതിയിൽ അവർ സർവീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കൂടായ്പ പരിപാടി കാണിക്കുന്നുമുണ്ട്. ഞാൻ മിക്കവാറും ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കുന്നത് ആദ്യം പറഞ്ഞല്ലോ. നല്ല രീതിയിൽ എനിക്ക് സർവീസ് ചെയ്തിട്ട് നല്ല പ്രോഡക്റ്റ് തന്നിട്ടുമുണ്ട്. പക്ഷേ ഇത് കൂടായ്പ പരിപാടിയാണ്. ഏതായാലും നമുക്ക് പ്രോഡക്റ്റ് റിട്ടേൺ ചെയ്യാൻ റീഫണ്ട് ചെയ്യാനുള്ള ഡേറ്റ് ഉണ്ട്. അതുകൊണ്ട് നമുക്കിനി റിട്ടേൺ ചെയ്ത് നമുക്ക് പൈസ നമുക്ക് റീഫണ്ട് കിട്ടും. അതുകൊണ്ട് കുഴപ്പമില്ല. എന്നാലും അങ്ങനെയല്ലോ, അവർ സർവീസ് ചെയ്യുമ്പോൾ മാന്യമായിട്ട് രീതിയിൽ സർവീസ് ചെയ്യണ്ടേ? ഇത്രയും ദിവസം കളഞ്ഞ് ഇത്രയും ഇനി റിട്ടേൺ അയച്ചു പിന്നെ നമുക്ക് അടുത്തൊരു പ്രോഡക്റ്റ് വരുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യണ്ടേ? അത് പന്നത്തരമല്ല കാണിക്കുന്നവർ. പിന്നെ ഇതിൻ്റെ അകത്ത് വന്നിട്ട് പേപ്പറാണ് അതിൻ്റെ ഇൻസ്ട്രക്ഷൻ കൊടുത്തേക്കുന്നത്. അത് നോക്ക്. അത് ഈ ബോക്സിൽ കൊടുത്തേക്കുന്ന അതേ ഇതുണ്ടോ, അതേ ലൈറ്റിൻ്റെ ഇൻസ്ട്രക്ഷനാണ് കൊടുത്തേക്കുന്നത്. മനഃപൂർവ്വം മാറ്റി വെച്ചതാണോ അതോ എങ്ങനെയാണോന്ന് അറിയത്തില്ല. ബോക്സ് ഓക്കെയാണ്, പക്ഷേ ലൈറ്റ് വന്നേക്കുന്നത് വേറെയാണ്. ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ നിങ്ങളവിടെ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണാൻ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയൊക്കെ അനുഭവമൊക്കെ പലർക്കും ഉണ്ടായിട്ടുണ്ടായിരിക്കും. ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഏതായാലും എനിക്കൊരു അനുഭവം ഉണ്ടായത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്താണ് കേട്ടോ. കാരണം ഇതിന് പ്രൈസ് വരുന്നത് 232 രൂപയുള്ളൂ. അതിൻ്റെ വിലയുടെ അല്ല, നമുക്ക് 1 രൂപയാണെങ്കിൽ അതിൻ്റെ വിലയുണ്ട്. അതുപോലെ തന്നെ നിങ്ങളൊരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഓൺലൈൻ പ്രോഡക്റ്റ് വരുന്ന ദിവസം തന്നെ മാക്സിമം ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്യാൻ നോക്കണം. കാരണം 7 ദിവസമൊക്കെ കാണുള്ളൂ ഒരു റിട്ടേണോ അല്ലെങ്കിൽ റീഫണ്ട് ചെയ്യാനുള്ള അവർക്ക് ആ ദിവസം പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിനുള്ളിൽ നിങ്ങൾ ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്യുക. എന്നിട്ട് നോക്കുക നല്ല പ്രോഡക്റ്റാണോ, നിങ്ങൾ ഓർഡർ ചെയ്ത സാധനം തന്നെയാണോ നിങ്ങൾക്ക് വന്നേക്കുന്നതെന്നൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കണം കേട്ടോ. ഈ കാര്യം ഒന്ന് പറയാൻ വേണ്ടിയാണ് നമ്മൾ മെയിനായിട്ട് ഈ വീഡിയോ ചെയ്തത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാവേ. എല്ലാവരോടും ബൈ.